ജ്യോതിർലിംഗങ്ങളുടെ കഥ. ഭാരതഭൂമിയെ പവിത്രവും പ്രകാശപൂർണവുമാക്കുന്ന കാലാതീതമായ പ്രകാശ ജ്യോതിസുകളാണ് ജ്യോതിർലിംഗങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനത്തിനു പോലും കാരണമായവനും സമസ്ത പ്രപഞ്ചത്തിനെയും വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നവനും ഭക്തർക്ക് പരമാനന്ദം പ്രദാനം ചെയ്യുന്നവനും മഹാദേവനുമായ ശിവന്റെ ദിവ്യ തേജസ് പ്രപഞ്ചം മുഴുവൻ പ്രസരിപ്പിച്ചുകൊണ്ട് 12 സ്ഥലങ്ങളിലായി ഇവ സ്ഥാപിതമായിരിക്കുന്നു. ശിവഭക്തനായിരുന്ന ദിദീജി മഹർഷിയുടെ പുത്രൻ പിപ്പലാദ മഹർഷി വിസ്തരിച്ച് പറഞ്ഞു തന്ന ജ്യോതിർലിംഗ കഥകളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലിംഗപുരാണം, ശിവപുരാണം, സ്കന്ദപുരാണം ഇവ ആധാര ഗ്രന്ഥങ്ങളാകുന്നു. ആദ്യം നമുക്ക് ശ്രീ സോമനാഥ ജ്യോതിർലിംഗത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രജാപതി ദക്ഷൻ്റെ രേവതി, രോഹിണി എന്നീ പുത്രിമാർ ചന്ദ്രദേവന്റെ ഭാര്യമാരായിരുന്നു. രോഹിണി ചന്ദ്രന് പ്രിയങ്കരിയായിരുന്ന പത്നിയായിരുന്നു. എന്നാൽ രേവതിയെ ആകട്ടെ അദ്ദേഹം അവഗണിച്ചു. ദുഃഖിതയായ രേവതിയുടെ അവസ്ഥ അറിയാൻ ഇടയായ പിതാവ് ദക്ഷൻ വളരെ ക്രോധിതനായി. ജാമാതാവായ ചന്ദ്രദേവനെ ശപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്വന്തം പത്നിയെ അംഗീകരിക്കാതെ അവളെ അപമാനിച്ചുകൊണ്ട് വലിയ അപരാധമാണ് നീ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനാൽ ബ്രഹ്മപുത്രനായ നാം പ്രജാപതി ദക്ഷൻ ക്ഷയിച്ചു പോകട്ടെ എന്ന് നിന്നെ ശപിക്കുന്നു. ചന്ദ്രദേവന്റെ ഭാര്യമാരും മാതാപിതാക്കളായ അത്രി മഹർഷിയും അനസൂയാദേവിയും മറ്റുള്ള ബന്ധുക്കളും വളരെ ദുഃഖിതരായി. ശാപമോക്ഷത്തിനായി അവർ ദക്ഷനോട് അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ദക്ഷൻ അവരോട് പറഞ്ഞത്. ചന്ദ്രദേവനെ രക്ഷിക്കാൻ സപ്തർഷികളിൽ ഒരാളായ കശ്യപ മഹർഷി ഒരു ഉപായം നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു മാർഗമുണ്ട്, മഹാമൃത്യുഞ്ജയ മന്ത്രം. മാർക്കണ്ഡേയ മഹർഷി മഹാദേവനെ ഭജിച്ചുകൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ സ്വായത്തമാക്കുകയും അതിനെ ജപിച്ചുകൊണ്ട് മൃത്യുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഹാദേവൻ വരം നൽകിയ വേളയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും ആര് ജപിക്കുന്നുവോ അവർക്ക് അകാല മൃത്യു സംഭവിക്കുകയില്ല. അവർ മാർക്കണ്ഡേയ മഹർഷിയെ സമീപിച്ച് മന്ത്രം സ്വായത്തമാക്കുവാൻ തീരുമാനിച്ചു. അവരെ സ്വീകരിച്ചുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി ഇങ്ങനെ പറഞ്ഞു, മഹാദേവനെ ശപിച്ചുകൊണ്ട് ദക്ഷൻ നേരത്തെ തന്നെ ശിവപൂജ തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? സപ്തർഷികൾ അതിനൊരു ഉപായം കണ്ടെത്തി. അർദ്ധനാരീശ്വരനാണ് ശിവൻ. എന്നാൽ ദക്ഷശാപമേൽക്കുമ്പോൾ അർത്ഥഭാഗമായ ദേവി ശിവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. ശിവനിൽ നിന്നും വേർപെട്ട ദേവി സതിയുടെ രൂപത്തിൽ മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുകയായിരുന്നു. അതിനാൽ ശിവന്റെ ആ അർത്ഥഭാഗം ശാപമുക്തമാണ്. സതീദേവിയെ പൂജിക്കുകയാണെങ്കിൽ ദേവി തന്നെ ഒരു മാർഗം കാണിച്ചു തരുന്നതായിരിക്കും. അവർ ശിവലിംഗവുമായി സതീദേവിയെ സമീപിച്ചു. പൂജാർച്ചനകൾക്ക് ശേഷം മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ശിവലിംഗത്തെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ശിവനെ ആവാഹിക്കണമെന്ന് അപേക്ഷിച്ചു. ദേവി അത് സമ്മതിച്ചു. ചന്ദ്രദേവന്റെ അണഞ്ഞു തീരാൻ പോകുന്ന ശരീരവും വഹിച്ചുകൊണ്ട് അവർ സരസ്വതി നദീ തീരത്ത് പ്രഭാസ തീർത്ഥത്തിന് സമീപം ഒരു മഹാമൃത്യുഞ്ജയ യജ്ഞം നടത്തി. സപ്തർഷികളെല്ലാം അതിൽ പങ്കുചേർന്നു. പൂജയുടെ അവസാനം ശിവൻ പ്രത്യക്ഷനായി. ചന്ദ്രദേവന് ജീവൻ നൽകുവാനായി ആഗതനായി. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രദേവ, അങ്ങ് തെറ്റ് ചെയ്തിരിക്കുകയാണ്. രേവതിയെ പൂർണ്ണ മനസ്സോടെയാണ് അങ്ങ് വിവാഹം കഴിച്ചത്. അതിനാൽ അവൾക്ക് പത്നിയുടെ എല്ലാ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അപരാധികളായവർക്ക് ശിക്ഷ ലഭിക്കേണ്ടത് അനിവാര്യവും തന്നെ. ജാമാതാവാണ് എന്ന കാരണം കൊണ്ട് ദക്ഷൻ അങ്ങയെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അത് അനീതിയാകുമായിരുന്നു. പ്രജാപതി അദ്ദേഹത്തിൻ്റെ ഗാർഹിക ബന്ധങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ന്യായധർമ്മങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത്. നാം ഇതിൽ പ്രസന്നനാണ്. ദുഃഖിതനായ ചന്ദ്രദേവൻ പാശ്ചാത്താപവിവശനായി. അദ്ദേഹം മഹാദേവനോട് അപേക്ഷിച്ചു, നാം ചെയ്ത തെറ്റിൽ പാശ്ചാത്തപിക്കുന്ന മഹാദേവ, ഇനി മുതൽ നാം നമ്മുടെ പത്നിയായ രേവതിക്കും തുല്യസ്ഥാനം നൽകുന്നതാണ്. മഹാദേവൻ പറഞ്ഞു,
ശാപത്തിൽ നിന്നും പൂർണ്ണമായി അങ്ങേ മുക്തനാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നിരുന്നാലും സൃഷ്ടിയുടെ നിലനിൽപ്പിനു വേണ്ടി നാം ചന്ദ്രദേവനെ നമ്മുടെ ജടയിൽ ധരിച്ചുകൊണ്ട് അഭയം നൽകുന്നതാണ്. എന്നാൽ ദക്ഷശാപത്താൽ പ്രതിമാസം 15 നാൾ അങ്ങയുടെ ആകാരം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പിന്നീടുള്ള 15 നാൾ ക്രമേണ അത് വർദ്ധിച്ചു വരുന്നതുമാണ്. മാസത്തിൽ ഒരു ദിവസം അങ്ങ് പൂർണ്ണ രൂപത്തിൽ എത്തുകയും ചെയ്യും. സൃഷ്ടിയുടെ അന്ത്യം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ചന്ദ്രദേവൻ കണ്ണുനീർ തൂക്കിക്കൊണ്ട് പറഞ്ഞു, മഹാദേവ, ഈ പ്രഭാസ തീരത്ത് ഞാൻ അങ്ങയുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അങ്ങേ പൂജിക്കാനുള്ള അനുവാദം നൽകിയാലും. ഇപ്രകാരം സതീദേവി പ്രതിഷ്ഠിച്ച് പൂജ നടത്തിയ ആ ശിവലിംഗമാണ് സോമനാഥ ജ്യോതിർലിംഗം. സമസ്ത പ്രപഞ്ചത്തിന് മംഗളം പ്രദാനം ചെയ്തുകൊണ്ട് മഹാദേവൻ ഇവിടെ തൻ്റെ മൂലരൂപത്തിൽ വിരാജിതനായിരിക്കുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. മുസ്ലിം ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗസ്നിയും പിന്നീട് വന്ന ഭരണാധികാരികളും ഭക്തജന ഹൃദയങ്ങളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അതിമനോഹരവും സമ്പൽ സമൃദ്ധവുമായിരുന്ന ഈ ക്ഷേത്രം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ സമ്പത്തും നിർമ്മാണ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് സ്വതന്ത്ര ഭാരതം സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചു. ജ്യോതിർലിംഗങ്ങൾ എല്ലാം ഒരുപോലെ മഹത്വമുള്ളതാണ്. എന്നിരുന്നാലും ഭക്തഹൃദയങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിച്ചുകൊണ്ട് പ്രകാശിച്ചു നിൽക്കുന്നത് സോമനാഥ ജ്യോതിർലിംഗമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. നിർവൃതിദായകമായ അനുഭൂതിയും ആനന്ദവും പകർന്നുകൊണ്ട് ഭാരതീയരുടെ അഭിമാനമായ സോമനാഥ ക്ഷേത്രം ഗുജറാത്തിൽ പ്രഭാസ തീർത്ഥത്തിന് സമീപം നിലകൊള്ളുന്നു.